യെസ്, എല്ലാവർക്കും വെൽക്കം. യെസ്, എല്ലാവരും നമ്മുടെ ഇന്ന് തിയറി ക്ലാസ് പഠിക്കുന്നുണ്ടല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ കഴിഞ്ഞ 2020 ഇത് JPH എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങോട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ ഫസ്റ്റ് ആദ്യം ഒരു ക്വസ്റ്റ്യൻ വായിക്കും അല്ലെ. ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നു, അതിന് 4 ഓപ്ഷനും വായിക്കുന്നു, പിന്നെ ഉത്തരം കണ്ടെത്തും. അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യനും ആൻസറും മാത്രമല്ല പഠിക്കുന്നത്, ഒരു ക്വസ്റ്റ്യനും 4 ഓപ്ഷനും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യം പഠിക്കണ്ടേ. അങ്ങനെയാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പഠിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഫുൾ ആയിട്ട് ഇത് 100 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 100 × 4 ഓപ്ഷൻ 400 ചോദ്യങ്ങളല്ലേ. ആ 400 ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഉത്തരങ്ങളും ചോദ്യങ്ങളും പഠിക്കാൻ സാധിക്കും. അങ്ങനെ വേണം എപ്പോഴും നിങ്ങൾ എല്ലാവരും, എന്റെ കുട്ടികൾ എല്ലാവരും അങ്ങനെ വേണം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാറുള്ളത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2020 JPH എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ കാണാൻ എല്ലാവർക്കും. ദ ഡ്രഗ് കിറ്റ് ഇൻ ദ ബി കൊടുക്കുന്ന എവിടെയാണ്? ദ ഡ്രഗ് കിറ്റ് ഇൻ ദ ബി കൊടുക്കുന്ന എവിടെയാണ്? PHSE ആണോ, സബ് സെൻട്രൽ ലെവലാണോ, CHS ലെവലാണോ, ഓർ FRU ലെവലാണോ? എപ്പോഴും അറിയേണ്ട കാര്യം, ഇൻ ദ കിറ്റ് A കിറ്റായാലും ഇൻ ദ B കിറ്റായാലും C കിറ്റായാലും എപ്പോഴും എവിടെ കൊടുക്കും? സബ് സെൻട്രൽ ലെവലാണ്. ഇന്ന് ഡ്രഗ് കിറ്റ് എപ്പോഴും ഇത് A കിറ്റും ഇത് B കിറ്റും C കിറ്റും എല്ലാം എപ്പോഴും ഒരു സബ് സെൻട്രൽ ലെവലാണ് കൊടുക്കുന്നത്. അതൊരു ചോദ്യം തന്നെയാണ്. അതുപോലൊരു ചോദ്യമുണ്ട്, ഇന്ന് PHSE ലെവൽ കൊടുക്കുന്ന കിറ്റ് ഏതാ? ഇന്ന് കിറ്റ് D ആണ് എപ്പോഴും PHSE ലെവൽ കൊടുക്കുന്നത്. ഇന്ന് A കിറ്റ് ആയാലും B C എല്ലാം സബ് സെൻട്രൽ ലെവലും, ആൻഡ് D കിറ്റ് എപ്പോഴും എവിടെയാ? PHSE ലെവൽ കൊടുക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇന്റർനാഷണൽ ഇത് 8th ഡേ ഈ സെലിബ്രേറ്റ് ഓൺ, അത് ഏത് ഡേറ്റ പറയാൻ അറിയിക്കേണ്ട ആവശ്യമില്ല. ഏത് ഡേറ്റ് അടിക്കൂടെ? പറഞ്ഞു, ഏത് ഡേറ്റ് ഏതായിരിക്കും? ഡിസംബർ 1 അല്ലേ? അല്ലേ, ഡിസംബർ 1 അല്ലേ? ഡിസംബർ 1 അല്ലേ? അവിടെ വീണ്ടും ചോദ്യമുണ്ട്. അവിടെയായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഈ പറഞ്ഞ എന്താ അവയർനെസ് പ്രോഗ്രാംസ് എന്തെങ്കിലും ഉണ്ടോ? അവയർനെസ് പ്രോഗ്രാംസ് അതൊക്കെ എന്തെങ്കിലും ഉണ്ടോ? പറഞ്ഞേ, ഉണ്ടോ? 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 അവിടെ ഒരു ചോദ്യമുണ്ട്, എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ദ റിബൺ യൂസ് ചെയ്യുന്നുണ്ടോ? റിബൺ ഈ പറഞ്ഞ അവയർനെസിന്റെ സിമ്പിൾ ആയിട്ട് ഈ പറഞ്ഞ റിബൺസ് യൂസ് ചെയ്യുന്നുണ്ടോ? അവയർനെസിന്റെ സിമ്പിൾ ആയിട്ട് ഈ പറഞ്ഞ 8th ഡേയിൽ എന്തെങ്കിലും സിമ്പിൾ യൂസ് ചെയ്യുന്നുണ്ടോ? ആർക്ക് പറയാം? എനിയോ യൂസ് ചെയ്യുന്നുണ്ടോ? ഡിസംബർ 1 വേൾഡ് എയ്ഡ്സ് ഡേയിൽ എപ്പോഴും റെഡ് റിബൺ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? ചോദ്യമാണ്, ഡിസംബർ 1 എപ്പോഴും ഈ അവയർനെസ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് റെഡ് റിബൺ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ വേറെ റിബൺസ് ഏതെങ്കിലും ഉണ്ടോ? ഗ്രീൻ റിബൺ ഇവിടെ യൂസ് ചെയ്യും. അവയർനെസ് സിമ്പിൾ ആയിട്ട് ഗ്രീൻ റിബൺ എവിടെ യൂസ് ചെയ്യും? മെന്റൽ ഹെൽത്ത് ഡേക്ക് അല്ലേ? അവയർനെസ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് സിമ്പിൾ ആയിട്ട് ഗ്രീൻ റിബൺ എവിടെ യൂസ് ചെയ്യും? മെന്റൽ ഹെൽത്ത് ഡേയിലാണ് യൂസ് ചെയ്യുന്നത്. ഏത് ദിവസം മെന്റൽ ഹെൽത്ത് ഡേ? ഒക്ടോബർ 10 മെന്റൽ ഹെൽത്ത് ഡേ അല്ലേ? ഒക്ടോബർ 10 മെന്റൽ ഹെൽത്ത് ഡേ എന്ന് പറയുന്നത്. അവിടെ യൂസ് ചെയ്യുന്ന അവയർനെസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന റിബൺ ഏതാ? ഗ്രീൻ കളർ റിബൺ. വേറെ റിബൺ ഉണ്ടോ? റെഡ് പറഞ്ഞു, ഗ്രീൻ ആയി. വേറെ ഉണ്ടോ? വൈറ്റ് ഉണ്ട്. വൈറ്റ് റിബൺ എന്തിന്റെ അവയർനെസ് യൂസ് ചെയ്യുന്നത്? വൈറ്റ് റിബൺ എന്തിന്റെ അവയർനെസ് യൂസ് ചെയ്യുന്നത്? ഏപ്രിൽ 11 എന്തിന്റെ പ്രത്യേകത? ഏപ്രിൽ 11 ആരുടെ ബർത്ത്ഡേ ആണ്? കസ്തൂർബായുടെ ബർത്ത്ഡേ ആണോ? ഏപ്രിൽ 11 കസ്തൂർബായുടെ ബർത്ത്ഡേ ആണ്. അന്ന് നമ്മളൊരു സംഭവം, ഒരു അവയർനെസ് യൂസ് ചെയ്യുന്നുണ്ട്, സേവ് ദ മദർഹുഡ് ഡേ അല്ലേ? ഏപ്രിൽ 11 സേഫ് ദ മദർഹുഡ് ഡേ അല്ലേ? അതിന്റെ അവയർനെസ് വേണ്ടി വൈറ്റ് റിബൺ യൂസ് ചെയ്യും. സോ ഇവിടത്തെ ചോദ്യം എന്തായിരുന്നു? ഇന്റർനാഷണൽ 8th ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് ദിവസത്തിലാണ് ചോദിച്ചല്ലേ? ഡിസംബർ 1 നമ്മൾ എപ്പോഴും ഇന്റർനാഷണൽ 8th ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിന്റെ അവയർനെസ്സിനായിട്ട് യൂസ് ചെയ്യുന്ന റിബൺ കളർ റെഡ് കളർ. ഇനി അത് കഴിഞ്ഞ് അതുപോലെ വരുന്ന 2-3 സിമിലർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഗ്രീൻ കളർ എവിടെ യൂസ് ചെയ്യും? റിബൺ എവിടെ യൂസ് ചെയ്യും? മെന്റൽ ഹെൽത്ത് ഡേക്കാണ് എപ്പോഴും ഗ്രീൻ കളർ റിബൺ അവയർനെസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഒക്ടോബർ 10 മെന്റൽ ഹെൽത്ത് ഡേ. അതുപോലെ അവയർനെസ്സിന് വേണ്ടി സേഫ് മദർഹുഡ് ഡേ എന്ന ഏപ്രിൽ 11 അവിടെ യൂസ് ചെയ്ത റിബൺ എന്താ? വൈറ്റ് കളർ റിബൺ അല്ലേ? വൈറ്റ് കളർ റിബൺ. ഇനിയുണ്ട് റിബൺ ഉണ്ട്. പർപ്പിൾ കളർ റിബൺ എവിടെ യൂസ് ചെയ്യും? ആൽഷിമേഴ്സ് ഡേക്കാണ്. ആൽഷിമേഴ്സ് ഡേയുടെ അവയർനെസ് ആയിട്ട് എപ്പോഴും പർപ്പിൾ കളർ റിബൺ യൂസ് ചെയ്യുന്നത്.
ഏത് ദിവസം ഏത് മാസം സെപ്റ്റംബർ 21. സെപ്റ്റംബർ 21 എന്താണ് ആൽഷീമേഴ്സ് ഡേ എന്ന് പറയുന്നത്. അതിന്റെ അവയർനെസ്സിനായിട്ട് നമ്മൾ പർപ്പിൾ കളർ റിബൺ ആണ് യൂസ് ചെയ്യുക. മറക്കരുത്, ഒരു കാര്യം പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാം പഠിക്കണ്ടേ. ഇവിടെ നമ്മൾ ചോദ്യത്തിൽ ഇത് ഡിസംബർ 1 വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ റിബണിന്റെ കാര്യം പറഞ്ഞു, അവയർനെസിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ വരുന്ന പർപ്പിൾ കളർ റിബൺ എവിടെ യൂസ് ചെയ്യും? ആൽഷീമേഴ്സ് ഡേക്ക് അല്ലേ, സെപ്റ്റംബർ 21. ഇനി വേറെ റിബൺ വല്ലതും ഉണ്ടോ? ദ പിങ്ക് കളർ റിബൺ ഉണ്ട്. എന്തിനു വേണ്ടിയാ? ബ്രസ്റ്റ് ക്യാൻസറിന്റെ അവയർനെസ്സിന് വേണ്ടിയല്ലേ. ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്ത് ഏതാ? ഒക്ടോബർ മാസമാണ്. ഒക്ടോബർ മാസമാണ് എപ്പോഴും ബ്രസ്റ്റ് ക്യാൻസറിന്റെ അവയർനെസ്സിനായിട്ട് നമ്മൾ ഏത് റിബണാ? ദ പിങ്ക് കളർ റിബൺ യൂസ് ചെയ്യും. സോ ചോദ്യം ഇതായിരുന്നു, ഇന്റർനാഷണൽ ഏസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാ? ഏത് മാസമാ? ഏത് ദിവസം? ഡിസംബർ 1 പഠിച്ചല്ലേ. അവിടെ യൂസ് ചെയ്യുന്ന റിബൺ ഏതാ? അവയർനെസ്സിനായിട്ട് റെഡ് കളർ റിബൺ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ സിമിലർ ആയിട്ട് ഒരു ചോദ്യങ്ങളായിരുന്നു. ഗ്രീൻ കളർ റിബൺ എവിടെ യൂസ് ചെയ്യും? മെന്റൽ ഹെൽത്ത് ഡേക്കാണ്. ഒക്ടോബർ 10 ഈ പറഞ്ഞ മെന്റൽ ഹെൽത്ത് ഡേ എന്ന് പറയുന്നത്. അതുപോലെ വീണ്ടും ഒരു ചോദ്യം പ്രീവിയസ് ഉണ്ടായിരുന്നു. ദ വൈറ്റ് കളർ റിബൺ എവിടെ യൂസ് ചെയ്യും? എന്തിന്റെ അവയർനെസ്സിന് വേണ്ടിയാണ് വൈറ്റ് കളർ റിബൺ യൂസ് ചെയ്യുന്നത്? ദ സേഫ് മദർഹുഡ് ഡേ അല്ലേ. എന്നാ ഏപ്രിൽ 11 സേഫ് മദർഹുഡ് ഡേ എന്ന് പറയുന്നത്. അതുപോലെ വീണ്ടും ഏത് റിബണാ? ദ പർപ്പിൾ കളർ റിബൺ എവിടെ യൂസ് ചെയ്യും? ആൽഷീമേഴ്സ് ഡേ എന്നാ സെപ്റ്റംബർ 21. വീണ്ടും ദ പിങ്ക് കളർ റിബൺ എവിടെ യൂസ് ചെയ്യും? ഒക്ടോബർ മാസം ദ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്ത് ആണ്, അവിടെ അത് യൂസ് ചെയ്യും. സോ കിട്ടിയല്ലോ. ഇനി കുറച്ച് വർഷങ്ങൾ പറഞ്ഞു തരട്ടെ. കുറച്ച് വർഷങ്ങളും കുറച്ച് ദിവസങ്ങളും പ്രത്യേകം പറഞ്ഞു തരട്ടെ. ഇവിടെ ഏസ് ഡേ പറഞ്ഞില്ലേ, അപ്പൊ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് എല്ലാം പഠിക്കണ്ടേ. കുറെ പറയട്ടെ എല്ലാവരും കേൾക്കുന്നുണ്ടോ? ആന്റി ലെപ്രസി ഡേ എന്നാ? ആന്റി ലെപ്രസി ഡേ എന്നാടേ. ആന്റി ലെപ്രസി ഡേ എന്ന ലെപ്രസി ആർക്ക് പറയാം? ഒരു ജനുവരി മാസം 30 അല്ലേ. ആന്റി ലെപ്രസി ഡേ എന്ന ജനുവരി മാസം 30 അല്ലേ. ഇനി ഇന്റർനാഷണൽ വുമൻസ് ഡേ എന്ന? ഇന്റർനാഷണൽ വുമൻസ് ഡേ പറഞ്ഞ മാർച്ച് മാസം 8 അല്ലേ. മാർച്ച് മാസം 8 ഇന്റർനാഷണൽ വുമൻസ് ഡേ എന്ന് പറയുന്നത്. അതേ മാർച്ച് മാസം 24 വേറെ പ്രത്യേകമുണ്ട്. വേൾഡ് ദ TB ഡേ, ദ ട്യൂബർക്ലോസിസ് ഡേ എന്ന. വേൾഡ് ദ ട്യൂബർക്ലോസിസ് ഡേ. ഇതിന്റെ ഓപ്ഷനകത്തുണ്ട്, കണ്ടായിരുന്നു ആരെങ്കിലും? ഇതിന്റെ ഓപ്ഷനകത്ത് കണ്ടായിരുന്നു ആരെങ്കിലും? ഏതാ? ഏപ്രിൽ 7 അല്ലേ. ഏപ്രിൽ 7 കാണുന്നുണ്ടോ ആരെങ്കിലും? ഉണ്ടോ? പറയൂ, പഠിക്കണ്ടേ ഇങ്ങനെ? ഉണ്ടല്ലേ. കിട്ടുന്നുണ്ടോ? ഏപ്രിൽ 7 വേൾഡ് ഹെൽത്ത് ഡേയില്. ഏപ്രിൽ 7 വേൾഡ് ഹെൽത്ത് ഡേ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ ഡേയ്സ് പഠിക്കാൻ? പഠിക്കുമ്പോ എല്ലാം പഠിച്ചു പോണ്ടേ. വേറെ ഡേയ്സ് വല്ലതും ഉണ്ടോ? ഹെൽത്ത് ഡേ 7 അതേ ഏപ്രിൽ മാസം 25 വേറെ പ്രത്യേകത ഉണ്ടോ? വേൾഡ് മലേറിയ ഡേ. വേൾഡ് മലേറിയ ഡേ എന്ന ഏപ്രിൽ മാസം 25 വേൾഡ് മലേറിയ ഡേ എന്ന ഏപ്രിൽ മാസം 25. സോ എന്ത് പറഞ്ഞു? ഫസ്റ്റോട്ട് ആലോചിച്ച് നോക്കിയേ. ആന്റി ലെപ്രസി ഡേ എന്ന ജാനുവരി മാസം 30 ആന്റി ലെപ്രസി ഡേ ആണ്. ഇടയിൽ ആലോചിച്ചു, ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ എല്ലാം പഠിക്കണ്ടേ. ആന്റി ലെപ്രസി ഡേ ആണെങ്കിൽ മാർച്ച് ആണോ, മെയ് ആണോ, ജൂൺ ആണോ, ഏതാ? ജനുവരി ആണോ? ജനുവരി 30. ജനുവരി 30 ആന്റി ലെപ്രസി ഡേ. ഇന്റർനാഷണൽ വുമൻസ് ഡേ എന്ന മാർച്ച് മാസം 8 വേൾഡ് TB ഡേ എന്ന മാർച്ച് മാസം 24 വേൾഡ് ഹെൽത്ത് ഡേ എന്ന ഇപ്പൊ ക്വസ്റ്റ്യൻ ഓപ്ഷനകത്തുണ്ട് ഏപ്രിൽ 7 വേൾഡ് മലേറിയ ഡേ എന്ന ഏപ്രിൽ മാസം 25. അത് കഴിഞ്ഞു, ഏപ്രിൽ വരെ കഴിഞ്ഞു. ഫുള്ള് പഠിക്കണ്ടേ? അത് മെയ് മാസം 31 മെയ് മാസം 30 എന്താ? ദ നോ ടൊബാക്കോ ഡേ അല്ലേ. ഇത് മെയ് മാസം 31 ആണെങ്കിൽ ദ നോ ടൊബാക്കോ ഡേ ആണ്. ഇനി ഒരു ജൂൺ മാസം 14 പ്രത്യേകത എന്താണ്? ജൂൺ മാസം 14 ഇത് വേൾഡ് ബ്ലഡ് ഡോണർ ഡേ അല്ലേ. ജൂൺ മാസം ഒരു 14 അല്ലേ.
in the world, in the blood donor day. അത് കഴിഞ്ഞ് എന്തായിരിക്കും? ജൂലൈ മാസം 11 ദ വേൾഡ് പോപ്പുലേഷന്റെ പ്രീവിയസ് സ്റ്റാഫ് നേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. ജൂലൈ മാസം 11 പ്രത്യേകം എന്താ? ജൂലൈ 11 ആണെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരു സ്റ്റാഫ് നേഴ്സിന്റെ എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു വേൾഡ് പോപ്പുലേഷൻ ഡേ എന്നാണ്. ജൂലൈ മാസം 11 തീയതി. അതേ ജൂലൈ മാസം 28 ആണെങ്കിൽ വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ. ജൂലൈ മാസം 28 ആണെങ്കിൽ വേൾഡ് ഹെപ്പറ്റൈറ്റിസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത് വെച്ചു, കാരണം ആരും പഠിക്കാൻ പോകുന്ന ചോദ്യമാണ്. വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ എന്ന ജൂലൈ മാസം 28. സോ ഇവിടത്തെ ചോദ്യത്തിലോട്ട് വരുന്നു, ഡിസംബർ മാസം 1 വേൾഡ് എയ്ഡ്സ് ഡേ. ഇനി വേറെ ഉണ്ട്, ഡിസംബർ 1 കഴിഞ്ഞാൽ ഡിസംബർ 3 പ്രത്യേകം ഉണ്ടോ? ഇന്റർനാഷണൽ ഡേ ഫോർ ഡിസേബിൾഡ് പേഴ്സൺസ് അല്ലേ? ഡിസംബർ മാസം 3 തീയതി പ്രത്യേകം എന്താ? ഇന്റർനാഷണൽ ഡേ ഫോർ ഡിസേബിൾഡ് പേഴ്സൺസ് അല്ലേ? ഒക്ടോബർ മാസം എന്ത് പറഞ്ഞു തന്നു? ഒക്ടോബർ 10 എന്താ പ്രത്യേകത? മെന്റൽ ഹെൽത്ത് ഡേ അല്ലേ? ഒക്ടോബർ 10 ആണെങ്കിൽ മെന്റൽ ഹെൽത്ത് ഡേ ആണ്. ഏപ്രിൽ പ്രത്യേകം എന്താ? ഏപ്രിൽ 11 സേഫ് മദർഹുഡ് ഡേ അല്ലേ? ഏപ്രിൽ ആണെങ്കിൽ സേഫ് മദർഹുഡ് ഡേ 11. സെപ്റ്റംബർ 21 ആണെങ്കിൽ അൾഷീമേഴ്സ് ഡേ. കിട്ടിയോ? ഫെബ്രുവരി 4 പറഞ്ഞില്ല. ഫെബ്രുവരി 4 പ്രത്യേകം എന്താ? ക്യാൻസർ ഡേ അല്ലേ? വേൾഡ് ക്യാൻസർ ഡേ എന്ന ഫെബ്രുവരി മാസം 4 തീയതി. ഉത്തരമെല്ലാം കിട്ടിയല്ലോ? ഉത്തരമെല്ലാം കിട്ടിയോ? അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാമോ? പഠിക്കുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? ഇനി വേറെ ഡേവലും ഉണ്ടോ? ഉണ്ടോ? വേൾഡ് പാർക്കിൻസൺസ് ഡേ എന്ന ഏപ്രിൽ മാസം 11 അല്ലേ? ഏപ്രിൽ മാസം 11 വേൾഡ് പാർക്കിൻസൺസ് ഡേ. അതേ ഏപ്രിൽ മാസം 17 എന്താ? വേൾഡ് ഹീമോഫീലിയ ഡേ. മറക്കരുത്, ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, ഇതൊക്കെ ചോദിക്കും കേട്ടോ ചിലപ്പോ. സോ അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഹൂ ഇസ് ദ ചെയർമാൻ ഓഫ് ദ ഹെൽത്ത് സർവേ ആൻഡ് ദ പ്ലാനിംഗ് കമ്മിറ്റി? കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ നിന്ന് എല്ലാ JPG എക്സാമിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. എന്തായിരിക്കും ഉത്തരം? എന്താ? ഹൂ ഇസ് ദ ചെയർമാൻ ഓഫ് ദ ഹെൽത്ത് സർവേ ആൻഡ് ദ പ്ലാനിംഗ് കമ്മിറ്റി? പ്ലാനിംഗ് കമ്മിറ്റിയുടെയും ഹെൽത്ത് സർവേയുടെയും ചെയർമാൻ ആരാ? എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പറഞ്ഞിരേണ്ട ആവശ്യമില്ല. ആരായിരിക്കും ഇവിടെ? ഉത്തരം പറഞ്ഞ ആരായിരിക്കും ചെയർമാൻ? ഹെൽത്ത് സർവേ ആൻഡ് ദ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാ? ഇറ്റ് ഈസ് ആരായിരിക്കും? ഉത്തരം പറഞ്ഞ AL മുതലിയാർ ആണോ? യെസ്, ഇറ്റ്സ് AL മുതലിയാർ അല്ലേ? AL മുതലിയാറാണ്. ആരാണ് ഈ പറഞ്ഞ ചെയർമാൻ ഓഫ് ദ ഹെൽത്ത് സർവേ ആൻഡ് ദ പ്ലാനിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞ പ്രീവിയസ് ചോദ്യമാണ്. എല്ലാ എക്സാമിനും ഈ പറഞ്ഞ ഹെൽത്ത് പ്ലാനിങ് ഇന്ത്യയിലുള്ള ഹെൽത്ത് പ്ലാനിങ്ങിനെ പറ്റി എപ്പോഴും ചോദ്യങ്ങൾ സ്ഥിരം വരാറുള്ള ഭാഗമാണ്. അവിടെ നിന്ന് ചോദിച്ച JPG ചോദ്യമായിരുന്നു ചെയർമാൻ ഓഫ് ഹെൽത്ത് സർവേ ആൻഡ് ദ പ്ലാനിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാരാ? ബോർ കമ്മിറ്റി ആണോ? ഓർ AK മുഖർജി കമ്മിറ്റി ആണോ? ജോസഫ് ബോർ ആണോ? ചദ്ദ കമ്മിറ്റി ആണോ? ആരായിരിക്കും ഇവിടെ? ഹെൽത്ത് സർവേ ആൻഡ് പ്ലാനിംഗ് കമ്മിറ്റി. മിസ്റ്റേക്ക് പറ്റാറുണ്ടല്ലേ? ആരാടെ ചെയർമാൻ ഓഫ് ഹെൽത്ത് സർവേ ആൻഡ് ദ പ്ലാനിംഗ് കമ്മിറ്റി? ഇത് പഠിക്കണമെങ്കിൽ ആ കമ്മിറ്റീസിനെ കുറിച്ച് അറിയണ്ടേ? ഇതിന്റെ ഉത്തരത്തിലോട്ട് എത്തുന്ന മുമ്പായിട്ട് നമുക്ക് ആ പറഞ്ഞ കമ്മിറ്റീസിനെ കുറിച്ച് അറിയണ്ടേ അല്ലെ? അപ്പം ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടുള്ള കമ്മിറ്റീസ് ഏതൊക്കെയാ? നമുക്ക് ബോർ കമ്മിറ്റി ഉണ്ട്, മുതലിയാർ കമ്മിറ്റി ഉണ്ട്, ചദ്ദ കമ്മിറ്റി ഉണ്ട്, മുഖർജി കമ്മിറ്റി ഉണ്ടോ? മുഖർജി കമ്മിറ്റി ഉണ്ട്. കർത്താർ സിംഗ് കമ്മിറ്റി ഉണ്ടോ? കർത്താർ സിംഗ് കമ്മിറ്റിയും ഉണ്ട്. ശ്രീവാസ്തവ കമ്മിറ്റി. പ്രധാനമായിട്ടും ഇത്ര കമ്മിറ്റീസ് പഠിക്കുള്ളൂ. ഏതൊക്കെയാ? ആദ്യം പേരുകൾ അറിയുക. ബോർ കമ്മിറ്റി പഠിക്കാനുണ്ട്, മുതലിയാർ കമ്മിറ്റി പഠിക്കാറുണ്ട്, ചദ്ദ കമ്മിറ്റി പഠിക്കാറുണ്ട്, മുഖർജി കമ്മിറ്റി പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ കർത്താർ സിംഗ് കമ്മിറ്റി പഠിക്കാനുണ്ട്. അതുപോലെ ശ്രീവാസ്തവ കമ്മിറ്റിയെ കുറിച്ചും അറിയണം. സോ ഇതിൽ ഫസ്റ്റ് കാര്യം, ഈ ഒരു ഉത്തരത്തിലോട്ട് മുമ്പായിട്ട് കുറെ കാര്യം പറഞ്ഞുതരാം. എന്താ ബോർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ? എന്താ ബോർ കമ്മിറ്റി? എന്തിനു വേണ്ടി അപ്പോയിന്റ് ചെയ്തത്? ബോർ കമ്മിറ്റി എന്തിനു വേണ്ടിയാണ് അപ്പോയിന്റ് ചെയ്തത്? ഹെൽത്ത് സർവേയും ഡെവലപ്മെന്റിനും അല്ലേ? ഹെൽത്ത് സർവേക്കും ഡെവലപ്മെന്റിന് വേണ്ടിയും അപ്പോയിന്റ് കമ്മിറ്റി ചെയ്ത ബോർഡ് കമ്മിറ്റിയാണ്.
ചോദ്യം സിമിലർ കണ്ടോ, ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെന്റ് ആണെങ്കിൽ ബോർ കമ്മിറ്റി. അതേസമയം ഹെൽത്ത് സർവേയും പ്ലാനിംഗ് കമ്മിറ്റി ഏതാ? ദാറ്റ് ഈസ് ദ മുതലിയാർ കമ്മിറ്റി. സോ ഉത്തരത്തിലോട്ട് എത്തുമ്പോൾ കുറെ കാര്യം പഠിക്കണം. എന്താ പറഞ്ഞത്? ഹെൽത്ത് സർവേയും ആൻഡ് ഡെവലപ്മെന്റ് കമ്മിറ്റി ആണെങ്കിൽ ആരാ? ബോർ കമ്മിറ്റിയാണ്. ഹെൽത്ത് സർവേയും ആൻഡ് പ്ലാനിംഗ് കമ്മിറ്റി ആരാ? അതാണ് AL, ദ മുതലിയാർ കമ്മിറ്റി. പ്രീവിയസ് ചോദ്യമാണ്. കാരണം രണ്ട് ചോദ്യത്തിലും ഹെൽത്ത് സർവേ ഇല്ലേ, രണ്ട് ചോദ്യങ്ങൾ ഹെൽത്ത് സർവേ ഉണ്ട് അല്ലെ. ഹെൽത്ത് സർവേയും ആൻഡ് ഡെവലപ്മെന്റ് കമ്മിറ്റി ഏതാ? ഹെൽത്ത് സർവേയും പ്ലാനിംഗ് കമ്മിറ്റി ഏതാ? എപ്പോഴും മിസ്റ്റേക്ക് പറ്റിപ്പോ ചോദ്യമല്ലേ, കൺഫ്യൂഷൻ ആയി പോകും. പഠിക്കുക. ദ പ്ലാനിംഗ് കമ്മിറ്റി ആണെങ്കിൽ ദ മുതലിയാർ, ആൻഡ് ദ ഡെവലപ്മെന്റ് കമ്മിറ്റി ആണെങ്കിൽ ബോർ കമ്മിറ്റി. ബാക്കി രണ്ടിലും ഹെൽത്ത് സർവേ ഉണ്ട്. പ്ലാനിംഗ് വരികയാണെങ്കിൽ മുതലിയാറും ആൻഡ് ദ ഡെവലപ്മെന്റ് വരികയാണെങ്കിൽ ബോർ കമ്മിറ്റിയുമാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് സിമിലർ ചോദ്യങ്ങൾ വേറെയുമുണ്ട്. ദ ബോർ കമ്മിറ്റി വന്ന വർഷം ഏതാ? അപ്പോയിന്റ്മെന്റ് ചെയ്ത വർഷം ഏതാ? ഫസ്റ്റ് 1943 വന്നാലും 43 വരികയും 46 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തല്ലേ. 1943 വരികയും 46 റിപ്പോർട്ട് ബോർ കമ്മിറ്റി കൊടുത്തു. എന്തിനു വേണ്ടി അപ്പോയിന്റ്മെന്റ് ചെയ്ത്? ഹെൽത്ത് സർവേക്കും ആൻഡ് ഡെവലപ്മെന്റിനും വേണ്ടിയുള്ള കമ്മിറ്റിയാണ് ബോർ കമ്മിറ്റി എന്ന് പറയുന്നത്. 43 വരികയും 46 എന്താണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. നമ്മളുടെ ചോദ്യം എന്താ? ഹെൽത്ത് സർവേ പ്ലാനിംഗ് കമ്മിറ്റി. എന്നാലും ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഇറ്റ്സ് AL, ദ മുതലിയാർ കമ്മിറ്റിയാണ്. വീണ്ടും ചോദ്യം, അപ്പോയിന്റ്മെന്റ് ഇത് എപ്പോഴാ? AL മുതലിയാറിനെ ഇപ്പൊ ഹെൽത്ത് സർവേക്കും പ്ലാനിങ്ങിന് വേണ്ടി കമ്മിറ്റിക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്തപ്പോഴാ? 1959 അപ്പോയിന്റ് ചെയ്യുകയും 62 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. 1959 അപ്പോയിന്റ് ചെയ്യുകയും 62 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ആരാ? മുതലിയാർ. രണ്ട് കിട്ടിയോ? ഒരു ചോദ്യം വെച്ച് പല കാര്യം പഠിക്കുന്നുണ്ടോ? ഇങ്ങനെ പഠിക്കണ്ട, അല്ലാതെ കാണാതെ ഇത് പഠിക്കാൻ ഇങ്ങനെ പഠിക്കുക കേട്ടോ. സോ ചോദ്യം എന്തായിരുന്നു? ഹെൽത്ത് സർവേയുടെയും പ്ലാനിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാ? ഉത്തരം എന്തായിരുന്നു? ഇസ് AL മുതലിയാർ. AL മുതലിയാർ വന്ന വർഷം ഏതാ? 59 വരികയും റിപ്പോർട്ട് 62 സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. സിമിലർ പേരാ ഹെൽത്ത് സർവേയും ആൻഡ് ഡെവലപ്മെന്റ് കമ്മിറ്റി ഏതാ? ബോർ കമ്മിറ്റി. അത് എപ്പോ വന്നു? അപ്പോയിന്റ് എപ്പോഴാ? 43 വരികയും 46 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. രണ്ട് കമ്മിറ്റി പഠിച്ചല്ലോ. മൂന്നാമത്തെ കമ്മിറ്റി ഏതാ? ദ ചദ്ദ കമ്മിറ്റി. ആരെ കൊണ്ടുവന്നു? ഇൻട്രൊഡ്യൂസ് ചെയ്താരാ? കൊണ്ടുവന്നാരാ? MS ചദ്ദ അല്ലെ. MS ചദ്ദ വന്നു. ചദ്ദ കമ്മിറ്റി എന്ന് പറയാം. 1900 വർഷം ചോദിക്കും കേട്ടോ. ചദ്ദ കമ്മിറ്റി വന്ന വർഷം 1963. 63 ദ ചദ്ദ കമ്മിറ്റിയെ കുറിച്ച് പഠിക്കേണ്ടത്. അവിടെ ചോദ്യമുണ്ട്. ആദ്യമായിട്ട് ഒരു ബേസിക് ഹെൽത്ത് വർക്കറിനെ ഈ പറഞ്ഞ ഒരു 1000 പോപ്പുലേഷനകത്ത് ഒരു ബേസിക് ഹെൽത്ത് വർക്കർ വേണം എന്ന് പറഞ്ഞ കമ്മിറ്റി ഏതാ? 1000 പോപ്പുലേഷനകത്ത് 1000 പേർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ഒരു ബേസിക് ഹെൽത്ത് വർക്കർ വേണമെന്ന് പറഞ്ഞത് എപ്പോഴും ചദ്ദ കമ്മിറ്റിയാണ്. 1000 പോപ്പുലേഷനകത്ത് ഒരു ബേസിക് ഹെൽത്ത് വർക്കർ വേണമെന്ന് ദ ചദ്ദ കമ്മിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തു. 1963 ഫംഗ്ഷൻ എന്തൊക്കെയാ? 1000 പേർക്കുള്ളിൽ ഒരു ബേസിക് ഹെൽത്ത് വർക്കർ വേണമെന്ന് പറയുമ്പോൾ മെയിൻ ഫംഗ്ഷൻ എന്തൊക്കെയാ? കളക്ഷൻ ഓഫ് വൈറ്റൽ സ്റ്റാറ്റിക്സ്, ദ ബെർത്തും ആൻഡ് ദ ഡെത്തിനെ പറ്റിയുള്ള കളക്ഷൻ ചെയ്യണം. നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാം ചെയ്യണം. ആൻഡ് ദ ഫാമിലി പ്ലാനിങ് ചെയ്യണം. ചോദിക്കട്ടെ, വീണ്ടും ചോദ്യങ്ങൾ. ഫംഗ്ഷൻ ആയിട്ട് ഒരു ബേസിക് ഹെൽത്ത് വർക്കറിന്റെ എന്താണ്? ഒരു 1000 പോപ്പുലേഷനകത്ത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ചദ്ദ കമ്മിറ്റി അവിടെ നിർദ്ദേശിച്ച കാര്യം എന്തൊക്കെയാ? കളക്ഷൻ ഓഫ് ദ വൈറ്റൽ സ്റ്റാറ്റിക്സ്, ദ ബെർത്തും ഡെത്തും എന്താണ് അതിനെ പറ്റിയുള്ള രജിസ്ട്രേഷൻ കളക്ട് ചെയ്യണം. ആൻഡ് നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട് ആ സമയത്ത്. ഫാമിലി പ്ലാനിങ് കൊണ്ടുവന്നതും ഈ ഫംഗ്ഷനകത്ത് വരുന്ന കാര്യമാണ്. സോ ദ ചദ്ദ കമ്മിറ്റിക്കകത്ത് വരുന്ന ഫംഗ്ഷൻസ് എന്തൊക്കെയാ? ഫാമിലി പ്ലാനിങ് ഉണ്ട്. നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാം ചദ്ദ കമ്മിറ്റിയുടെ ഫംഗ്ഷൻ ആണ്. കളക്ഷൻ ഓഫ് വൈറ്റൽ സ്റ്റാറ്റിക്സ്, ദ ഡെത്തും ആൻഡ് ദ ബെർത്തും കളക്ട് ചെയ്യണം, രജിസ്ട്രേഷൻ കളക്ട് ചെയ്യണം. ഇതിനകത്ത് വീണ്ടും ചോദ്യമുണ്ട്. ഫാമിലി പ്ലാനിങ് വന്ന വർഷം ഏതാ? നിങ്ങൾ എല്ലാവരും എന്റെ എക്സ്പ്ലനേഷൻ കൂടെ നോക്കേണ്ടത്. സ്ക്രീനിൽ കാണുന്ന ചോദ്യങ്ങളിലല്ല, ആ ഒരു ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻ ഇല്ലേ, അതാണ് ശ്രദ്ധിച്ച് പഠിക്കേണ്ടത്. ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുക. ഫാമിലി പ്ലാനിങ് ഈ പറഞ്ഞ ചദ്ദ കമ്മിറ്റിയുടെ ഫംഗ്ഷനിൽ വരുന്ന കാര്യം അല്ലെ. ഫാമിലി പ്ലാനിങ് ഇതിന്റെ അകത്ത് വരുന്ന ഫംഗ്ഷനിൽ വരുന്നതാണ്. അവിടെ ഒരു ചോദ്യമുണ്ട്. ഫാമിലി പ്ലാനിങ് കൊണ്ടുവന്ന വർഷം ഏതാ? 1952. ഫാമിലി പ്ലാനിങ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം ഏതാ? 1952.
ശ്രദ്ധ കമ്മിറ്റിയുടെ ഫംഗ്ഷനകത്ത് വീണ്ടും ചോദ്യമുണ്ട്. നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാം NMEP വന്ന വർഷം 1958. 1958 നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാം വന്നത്. 1958 1952 ആണെങ്കിൽ ഫാമിലി പ്ലാനിങ്. കുറെ വർഷം കിട്ടിയോ? എന്താ കിട്ടിയ? ആലോചിച്ച് നോക്കി. 43 இந்த ബോർഡ് കമ്മിറ്റി വന്നു, 46 റിപ്പോർട്ട് കൊടുത്തു. ശരിയല്ലേ? ഒന്നാമത് കാര്യം അതല്ലേ. 59 ഈ പറഞ്ഞ ഹെൽത്ത് സർവേ പ്ലാനിങ് കമ്മിറ്റി 8 മുതലേർ വന്നു, 62 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ശ്രദ്ധ കമ്മിറ്റി ആണെങ്കിൽ 63. ആദ്യമായിട്ട് ബേസിക് ഹെൽത്ത് വർക്കറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു 1000 പോപ്പുലേഷനകത്ത്. ഫംഗ്ഷൻ എന്തൊക്കെയാ? കളക്ഷൻ ഓഫ് വൈറ്റൽ സ്റ്റാറ്റിക്സ് ഫംഗ്ഷൻ ആണ്. നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാം ഫംഗ്ഷൻ ആണ്. ഫാമിലി പ്ലാനിങ് ഫംഗ്ഷൻ ആയിട്ട് വന്നു. നമ്മൾ അതിനകത്ത് തന്നെ വീണ്ടും ഒരു കാര്യം പഠിച്ചു. ഫാമിലി പ്ലാനിങ് വന്ന വർഷം ഏതാ? 1952. 1952 ഫാമിലി പ്ലാനിങ് വന്നു. 58 ആണെങ്കിൽ നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാം വന്നു. ഈസ് എ ക്ലിയർ? ഉത്തരവും അതുമായി ബന്ധപ്പെട്ട എല്ലാം കിട്ടിയല്ലോടെ? 3 ചോദ്യങ്ങൾ കൊണ്ട് തന്നെ കുറെ കാര്യം പഠിച്ചല്ലേ? 4ാമത്തെ ചോദ്യം പഠിക്കാം. The principle of the health education includes all except ചോദ്യം നോക്കിയ പ്രിൻസിപ്പിൾസ് ഓഫ് ദ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ്സ് all except ഉൾപ്പെടാതെ ഏതാ? ദ പാർട്ടിസിപ്പേഷൻ ആണോ, മോട്ടിവേഷൻ ആണോ, പണിഷ്മെന്റ് ആണോ, ദ റീഇൻഫോഴ്സ്മെന്റ് ആണോ? ഹെൽത്ത് എഡ്യൂക്കേഷന്റെ പ്രിൻസിപ്പിൾസിൽ താഴെ പറയുന്നവയിൽ ഉൾപ്പെടാത്ത ഏതാ? ചോദ്യം ഉൾപ്പെടാത്തത് പാർട്ടിസിപ്പേഷൻ ആണോ, മോട്ടിവേഷൻ ആണോ, പണിഷ്മെന്റ് ആണോ, റീഇൻഫോഴ്സ്മെന്റ് ആണോ? ചോദ്യം വ്യക്തമായെങ്കിൽ ഇത് വന്നത് എവിടെന്ന? ഹെൽത്ത് എഡ്യൂക്കേഷൻ ടോപ്പിക് അല്ലെ? ഹെൽത്ത് എഡ്യൂക്കേഷൻ ടോപ്പിക്കിനകത്ത് വന്നത്. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇൻഡിവിജ്വൽ ആയാലും അവരുടെ ഒരു ഗ്രൂപ്പ് ആയാലും എന്താണ് അവരുടെ ബിഹേവിയർ ചേഞ്ച് വരുത്താൻ വേണ്ടി ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. ഹെൽത്ത് എഡ്യൂക്കേഷൻ അപ്ലൈ കൊടുക്കുന്നതിന് വേണ്ടി അയാളുടെ ഒരു ഗ്രൂപ്പ് ആയാലും ഒരാളായാലും അവരുടെ ബിഹേവിയർ ചേഞ്ച് വരുത്തണം അല്ലെ? റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്തിന് വേണ്ടി അവരുടെ ബിഹേവിയർ ചേഞ്ച് വരുത്തണം. ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാറുണ്ട്. അവിടെ പ്രധാനമായിട്ടും ആ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ടോപ്പിക് ഉണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ടോപ്പിക്കിനകത്ത് വരുന്ന കാര്യമാണ് ഈ ഒരു ചോദ്യം. പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ താഴെ പറയുന്നതിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പാർട്ടിസിപ്പേഷൻ ആണോ, പണിഷ്മെന്റ് ആണോ, മോട്ടിവേഷൻ ആണോ, ഓർ ദ റീഇൻഫോഴ്സ്മെന്റ് ആണോ? ഏതായിരിക്കും ഉത്തരം? പണിഷ്മെന്റ് അല്ലേ? സോ അറിയണം എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഉത്തരം പണിഷ്മെന്റ് ആണെന്ന് പറഞ്ഞു. എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ഉണ്ട്? പ്രിൻസിപ്പിൾസ് ഓഫ് ദ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഏതൊക്കെയാ? ഫസ്റ്റ് വൺ ഈസ് ദ ക്രെഡിബിലിറ്റി ഫംഗ്ഷൻ ആണ്. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ പ്രിൻസിപ്പിൾ ആയിട്ട് ഫസ്റ്റ് വൺ ഈസ് ദ ക്രെഡിബിലിറ്റി ഫംഗ്ഷൻ ആണ്. എന്താണ്? നമ്മൾ കൊടുക്കുന്ന മെസ്സേജിന് ഒരു സയന്റിഫിക് നോളജ് വേണം അല്ലെ? ബേസ്ഡ് ഓൺ ദ സയന്റിഫിക് നോളജിൽ നമ്മൾ കൊടുക്കുന്ന മെസ്സേജിന് നല്ലൊരു ക്രെഡിബിലിറ്റി വേണം. അതൊരു ഫംഗ്ഷൻ. സെക്കൻഡ് ഫംഗ്ഷൻ ആണ് ഇൻട്രസ്റ്റ്. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഈ പറഞ്ഞ ഫംഗ്ഷനകത്ത് അല്ലെങ്കിൽ പ്രിൻസിപ്പിളിനകത്ത് വരുന്ന രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഇൻട്രസ്റ്റ് വേണം. ആ കൊടുക്കുന്ന ആളുടെ ആവശ്യകത എന്താണോ, അയാൾക്ക് എന്ത് വേണം, അയാളുടെ എന്താണ് പ്രശ്നം, അതനുസരിച്ച് വേണം നമ്മളൊരു നോളജ് അയാൾ കൊടുക്കാറുള്ളത്. മൂന്നാമത്തെ കാര്യം പാർട്ടിസിപ്പേഷൻ വേണം. കാണുന്നുണ്ടോ? ഓപ്ഷനകത്തുണ്ട്. ദ പ്രിൻസിപ്പിൾസ് ഓഫ് ദ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദ്യമായിരുന്നു. പ്രിൻസിപ്പിൾ താഴെ പറയും ഏതാണ്ട് ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ പണിഷ്മെന്റ് ഉണ്ടോ? പണിഷ്മെന്റ് ഇല്ല, പക്ഷെ പാർട്ടിസിപ്പേഷൻ ഉണ്ട് അല്ലേ? ഈ പറഞ്ഞ വരുന്ന ആൾക്കാരെ നമ്മളെപ്പോഴും എൻകറേജ് ചെയ്യണ്ടേ? അതിൽ ഈ പറഞ്ഞ പങ്കെടുക്കാൻ വേണ്ടി ആൾക്കാരെ എൻകറേജ് ചെയ്യണ്ട. പാർട്ടിസിപ്പേഷനും വേണം, മോട്ടിവേഷൻ വേണം. മോട്ടിവേഷൻ അയാളുടെ ലേണിംഗ് ഡിസയർ കൂട്ടാൻ വേണ്ടി മോട്ടിവേഷൻ ചെയ്യണം. ആൻഡ് ദ റീഇൻഫോഴ്സ്മെന്റ്, റിപ്പീറ്റേഷൻ ആൻഡ് ദ റെഗുലർ ഇന്റർവെൽ ആവശ്യമുള്ളപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കണം. ദ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് റിപ്പീറ്റേഷൻ ആൻഡ് ദ റെഗുലർ ഇന്റർവെൽ ആവശ്യമുള്ള രീതിയിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കണം. യെസ്, വേറെ ഉണ്ടോ ഫംഗ്ഷൻ? എന്തോ കോംപ്രിഹെൻഷൻ ഉണ്ടോ? കോംപ്രിഹെൻഷൻ അവിടെ ലോക്കൽ ലാംഗ്വേജിലാണ് നമ്മളെപ്പോഴും
അവർക്ക് ഈ പറഞ്ഞ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് അണ്ടർസ്റ്റാൻഡ് ആവുന്ന ആ ഒരു ലാംഗ്വേജിൽ മാത്രമേ നമ്മൾ എപ്പോഴും ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാവൂ. ശരിയല്ലേ? അല്ലേ? അല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി ഏരിയയിൽ പോയിട്ട് ലോക്കൽ ഏരിയയിൽ പോയിട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞ മനസ്സിലാവോ? ഇല്ല. ഈ അവിടെയുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്ന ലോക്കൽ ലാംഗ്വേജിൽ എപ്പോഴും ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്. സോ ദ കോംപ്രിഹെൻഷനും ഒരു പ്രിൻസിപ്പിൾ ആണ്. സോ ചോദ്യം ഇതായിരുന്നു, ദ പ്രിൻസിപ്പിൾസ് ഓഫ് ദ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഉൾപ്പെടാത്തത് ഏതാണ്? പാർട്ടിസിപ്പേഷൻ ആണോ, മോട്ടിവേഷൻ ആണോ, പണിഷ്മെന്റ് ആണോ, റീഇൻഫോഴ്സ്മെന്റ് ആണോ? ഉത്തരം കിട്ടിക്കഴിഞ്ഞു. പണിഷ്മെന്റ് എപ്പോഴും ഹെൽത്ത് എഡ്യൂക്കേഷൻ അകത്ത് ഉൾപ്പെടാറില്ല. പാർട്ടിസിപ്പേഷൻ ഉണ്ട്, മോട്ടിവേഷൻ ഉണ്ട്, റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്. സോ ഈ ഒരു ചോദ്യം വന്നത് എവിടെ നിന്നറിയാലോ? ഹെൽത്ത് എഡ്യൂക്കേഷനകത്തുള്ള ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ചാപ്റ്ററിൽ നിന്നായിരുന്നു. എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ഉണ്ട്? ദ ക്രെഡിബിലിറ്റി, ആ കൊടുക്കുന്ന മെസ്സേജിന് ഒരു സയന്റിഫിക് നോളജ് വേണം. ഇൻട്രസ്റ്റ്, സെക്കൻഡ് പ്രിൻസിപ്പിൾ ഇസ് ഇൻട്രസ്റ്റ് വേണം. ബേസ്ഡ് ഓൺ അവരുടെ ആവശ്യത്തിന് അവരുടെ നീഡ് അനുസരിച്ചുള്ള കാര്യം പറഞ്ഞു കൊടുക്കണം. പാർട്ടിസിപ്പേഷൻ വേണം, അവരെ എൻകറേജ് ചെയ്യണം, അല്ലെ? ഹെൽത്ത് എഡ്യൂക്കേഷൻ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എൻകറേജ് ചെയ്യണം. 4 മോട്ടിവേഷൻ വേണം, അല്ലെ? അവരുടെ ലേണിംഗ് ഡിസയറിനെ കൂട്ടാൻ വേണ്ടി എന്താണ് മോട്ടിവേഷൻ വേണം. ആൻഡ് ദ കോംപ്രിഹെൻഷൻ എന്താ? ലോക്കൽ ലാംഗ്വേജിൽ അവർക്ക് എങ്ങനെ മനസ്സിലാവും ആ ഒരു ലാംഗ്വേജിൽ നമ്മൾ എപ്പോഴും ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കണം. ലാസ്റ്റ് വൺ ഇസ് ദ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് റെഗുലർ ഇന്റർവെൽ നെസസറി ആണെങ്കിൽ എഡ്യൂക്കേഷൻ കൊടുക്കണം. വേറെ ഉണ്ടോടെ? സെറ്റിംഗ് ആൻ എക്സാമ്പിൾ, അത് പ്രിൻസിപ്പിൾ ആണ്. ഒരു എക്സാമ്പിൾ, അല്ലെ? എപ്പോഴും ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ കൊടുക്കുന്നതാണ് നല്ലത്, അല്ലെ? വേണ്ടേ? വേണം. ആൻഡ് ദ ഫീഡ്ബാക്ക് ആണോ? ദ ഫീഡ്ബാക്കും ഒരു പ്രിൻസിപ്പിൾ ആണ്. സെറ്റിംഗ് ആൻ എക്സാമ്പിൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫീഡ്ബാക്കും പ്രിൻസിപ്പിളിനകത്ത് വരുന്നതാണ്, അല്ലെ? യെസ്, ഇത്രയും കിട്ടിയോ? യെസ്, ഇത്രയും കിട്ടി. അടുത്ത ആ ചോദ്യത്തിൽ പോകും. 5ാമത്തെ ചോദ്യം. 5 ചോദ്യം വായിച്ച്. സെൻസസ് കണ്ടക്ടഡ് ഇൻ എവറി എത്ര വർഷങ്ങളിലാണ്? 25 വർഷത്തിൽ ഒരിക്കലാണോ, 15 വർഷം ഒരിക്കലാണോ, 10 വർഷത്തിൽ ഒരിക്കലാണോ, 20 വർഷത്തിൽ ഒരിക്കലാണോ? ഒത്തിരി അറിയാം. എപ്പോഴും സെൻസസ് എടുക്കുന്നത് എല്ലാ 10 വർഷമല്ലേ? എല്ലാ 10 വർഷമല്ലേ? എല്ലാ 10 വർഷമാണ് സെൻസസ് എടുക്കല്ലേ? എല്ലാ 10 വർഷമാണ് സെൻസസ് എടുക്കുന്നത്. മറക്കരുതേ, എല്ലാ 10 വർഷമാണ് സെൻസസ് എടുക്കുന്നത്. അതിൽ ഏറ്റവും ഹയസ്റ്റ് പോപ്പുലേഷൻ ഉള്ള എവിടെയാണ്? ഹയസ്റ്റ് പോപ്പുലേഷൻ എവിടെയായിരിക്കും? ഹയസ്റ്റ് സെക്സ് റേഷ്യോ എവിടെയാ? അത് കേരളം അല്ലേ? അല്ലെ? ഹയസ്റ്റ് സെക്സ് റേഷ്യോ ഉള്ള എവിടെ? കേരളം. ആൻഡ് ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി എവിടെയാ? അരുണാചൽ പ്രദേശ്. ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി അരുണാചൽ പ്രദേശ്, ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻ ദ ഡൽഹിയിലാണ്. ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻ ദ ഡൽഹിയിലും ഹയസ്റ്റ് ഇൻ ദ ലിറ്ററസി റേറ്റ് എവിടെ? ലിറ്ററസി റേറ്റ് എവിടെ? ഇടയ്ക്ക് കണ്ടു നമ്മൾ കുറെ യൂട്യൂബ് വീഡിയോസ് എല്ലാം കേരളത്തിന്റെ ലിറ്ററസിയെ പറ്റി ചോദിക്കാറുണ്ട്. അപ്പൊ കേരളത്തിലാണ് എപ്പോഴും ഹയസ്റ്റ് ലിറ്ററസി ഉള്ളത്. അത് ലോവസ്റ്റ് ലിറ്ററസി എവിടെയാ? ബീഹാറിലാണ്. ദ ലോവസ്റ്റ് പറഞ്ഞ ലിറ്ററസി എവിടെയാ? ബീഹാറിലാണ്. ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് എവിടെയാ? കേരളമാണ്. ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി എവിടെയാ? ഡൽഹിയാണ്. ഹയസ്റ്റ് സെക്സ് റേഷ്യോ എവിടെയാ? കേരളമാണ്. ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് ഹയസ്റ്റ് എവിടെയാ? IMR ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് ഹയസ്റ്റ് എവിടെ? മധ്യപ്രദേശ്. മധ്യപ്രദേശിൽ എപ്പോഴും ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് കൂടുതൽ. ലോവസ്റ്റ് ആണെങ്കിൽ ഇത് ഗോവ. ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചിരുന്നാൽ കേട്ടോ, ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മതി, അധികം ചോദിക്കത്തില്ല. സെൻസസിനെ പറ്റി ചോദിക്കും. ഓക്കെ, അപ്പൊ 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് എപ്പോഴും 10 വർഷം കൂടുമ്പോൾ എടുക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആശ ഈസ് റിക്രൂട്ടഡ് അണ്ടർ NRHM ആണോ, ഓർ നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ ആണോ, ICDS ആണോ, വില്ലേജ് ഹെൽത്ത് സിസ്റ്റം ആണോ? 6ാമത് ചോദ്യം വന്നിരിക്കുന്നത് ആശ വരുന്നത്, ആശയെ റിക്രൂട്ട് ചെയ്യുന്ന ആരാ? NRHM ആണോ, നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ ആണോ, ICDSനകത്ത് വരുന്നതാണോ, വില്ലേജ് ഹെൽത്ത് സിസ്റ്റത്തിനകത്ത് വരുന്നതാണോ? ആശയെ കുറിച്ച് എന്തറിയാം? ആശ ആര് റിക്രൂട്ട് ചെയ്യും? NRHM അല്ലേ? ആശ ആരെ റിക്രൂട്ട് ചെയ്യുന്നു? പറഞ്ഞു പറയും. NRHM അല്ലേ? NRHM അല്ലേ? ആശയെ റിക്രൂട്ട് ചെയ്യുന്ന ആരാ? NRHM ആണ്. പഠിക്കാം, ആശയെ കുറിച്ച് പഠിക്കാം. ആശ അല്ലേ?
പഠിക്കാം. ആശ പഠിക്കുന്ന മുമ്പേ ഇവിടെ ഒരു വാക്ക് വന്നു, NRS. വാക്ക് വന്നുണ്ടോ? നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം വരുന്ന സംഭവം അല്ലേ? നാഷണൽ ഹെൽത്ത് മിഷനകത്ത് വരുന്ന 2 പ്രോഗ്രാം എപ്പോഴും ഉണ്ട്. അതൊക്കെയാ NRS ഉണ്ടോ? NRS ഫുൾ ഫോം എന്താ? നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ. ചോദ്യമുണ്ട് അവിടെ നിന്ന്. NRS എന്ന് പറയുമ്പോൾ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ വന്ന വർഷം, മാസം, ഡേറ്റ്, തീയതി ഓർമ്മയുണ്ടോ? ഏപ്രിൽ മാസം 12-ാം തീയതി. 2005. 2005 ഏപ്രിൽ മാസം 12-ാം തീയതിയാണ് NRS വന്നത് അല്ലെ? നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ വന്ന വർഷം 2005, മാസം ഏപ്രിൽ മാസം. ഡേറ്റ് ഏതാ? 12 അല്ലേ? 12 ആണോ? 12 ആണോ? ആണ് 12. മറക്കാൻ ചോദ്യം ഒരു കേട്ടോ. NRS വർഷം ഏതാ? NRS ആണെങ്കിൽ ഏത് വർഷം? 2005. പറഞ്ഞ ഉത്തരം പറഞ്ഞേ. 2005 ഏപ്രിൽ മാസം 12-ാം തീയതി. ഏപ്രിൽ മാസം 12-ാം തീയതി. വീണ്ടും ചോദ്യമുണ്ട്. നാഷണൽ ഹെൽത്ത് മിഷൻ എപ്പോഴാ? 2013. നാഷണൽ ഹെൽത്ത് മിഷൻ എപ്പോഴാ? NHM 2013. അതിന് NUHM എപ്പോഴാ? 2013. 2013 NUHM NHM നാഷണൽ ഹെൽത്ത് മിഷനും 2013. അപ്പൊ 2013 വന്ന 2 കാര്യം ഏതൊക്കെയാ? NHM നാഷണൽ ഹെൽത്ത് മിഷൻ 2005. ഇല്ലയോ? ഇവിടത്തെ ഉത്തരം കിട്ടിയോ? കിട്ടിയല്ലോ. ഉത്തരം എന്താ? NRS അല്ലേ? ആശയെ കുറിച്ച് അറിയാമോ? ആശ ആരാ? ഇപ്പൊ നമ്മളിപ്പം ആശയെ കുറിച്ച് വരും. ആശയെ കുറിച്ച് അവിടെ ചോദ്യം അല്ലേ? ആശയുടെ ഫുൾ ഫോം എന്താ? സെലക്ട് ചെയ്യാൻ വേണ്ടി അവിടെ എന്തൊക്കെ ക്രൈറ്റീരിയ ഉണ്ട്? ആശാ വർക്കറെ സെലക്ട് ചെയ്യാൻ വേണ്ടി ആശാ വർക്കർ 10-ാം ക്ലാസ് പാസ്സായിരിക്കണം അല്ലെ? ആശാ വർക്കർ 10-ാം ക്ലാസ് പാസ്സായിരിക്കണം. അവിടുത്തെ ഏജ് 25-നും 45-നും ഇടയിൽ വേണം. ആ ലോക്കൽ പോപ്പുലേഷനിലെ ആളായിരിക്കണ്ടേ? ലോക്കൽ വുമണിൽ അല്ലേ? ലോക്കൽ വുമൺ അല്ലേ? ഒരു പോപ്പുലേഷനകത്തുള്ള എന്താണ്? ലോക്കൽ വുമൺ ആയിരിക്കണം ആശ എന്ന് പറയുന്നത് അല്ലേ? കാരണം എന്താ? ആ ഒരു ലോക്കൽ ഏരിയയെ പറ്റിയുള്ള സകല നോളജും ആ ഒരു വുമണിന് വേണം. അപ്പോൾ ഒരു പോപ്പുലേഷനകത്തുള്ള ലോക്കൽ വുമൺ എപ്പോഴും ആശ സെലക്ട് ചെയ്യുന്നത് വയസ്സ് 25-നും 45-നും ഇടയിലായിരിക്കണം. 10-ാം ക്ലാസ് പാസ്സായിരിക്കണം. മാത്രമല്ല ഒരു സിംഗിൾ ആശ എപ്പോഴും കവർ ചെയ്യുന്നത് 100 പോപ്പുലേഷൻ ആണ്. സിംഗിൾ ആശ 100 പോപ്പുലേഷന് കവർ ചെയ്യുന്നുണ്ട്, മറക്കരുത്. പിന്നെ 2 ആശയാണെങ്കിൽ 1000 പോപ്പുലേഷൻ കവർ ചെയ്യും കേട്ടോ. 2 ആശയാണെങ്കിൽ 1000 പോപ്പുലേഷന് കവർ ചെയ്യും. കിട്ടിയോ? ഉത്തരം കിട്ടി. ആശയെ കുറിച്ചും പഠിച്ചു. ആശ കുറിച്ച് എല്ലാം പഠിച്ചു. ആശ ആരാണ് റിക്രൂട്ട് ചെയ്യുന്നത് പഠിച്ചു. NRSM ആണെന്ന് പഠിച്ചു. നമ്മൾ NRSനെ കുറിച്ചും NUHനെ കുറിച്ചും NHMനെ കുറിച്ചും എല്ലാം പറഞ്ഞു. അടുത്ത ഒരു ഓപ്ഷൻ നോക്കി. ICDS എന്ന ഓപ്ഷൻ കാണുന്നുണ്ട്. ICDS ഫുൾ ഫോം എന്താ? ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഇനി കുറച്ച് പറഞ്ഞുതരാം. ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ് സ്കീം അല്ലേ? ICDS ഓപ്ഷൻ കാണുന്നുണ്ടോ? ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ് സ്കീം. വർഷമാണ് ഇമ്പോർട്ടന്റ്. 1975 അല്ലേ? 1975-ലാണ് ICDS പ്രോഗ്രാം ആദ്യമായിട്ട് വന്നത്. ICDS പ്രോഗ്രാമിന്റെ ചോദ്യമുണ്ട്. പ്രീവിയസ് ഒരു ചോദ്യമാണ്. ദ ഹാർട്ട് ഓഫ് ICDS പ്രോഗ്രാം എന്ന് പറയുന്ന ആരാ? ദ ഹാർട്ട് ഓഫ് ICDS പ്രോഗ്രാം എന്ന് പറയുന്ന ആരാ? അംഗൻവാടി വർക്കറാണ്. ആശയല്ല. തെറ്റിക്കുന്നത്. അതാണ് ഞാൻ കണക്ട് ചെയ്ത് പറയുന്നത്. ദ ഹാർട്ട് ഓഫ് ICDS പ്രോഗ്രാം എന്ന് പറയുന്നത് അംഗൻവാടി വർക്കറാണ്, ആശാ വർക്കർ അല്ല. ഒരിക്കലും മറക്കരുത്. എല്ലാവരും എപ്പോഴും തെറ്റിക്കുന്ന ചോദ്യമാണ്. ICDS പ്രോഗ്രാമിന്റെ ഹാർട്ട് എന്ന് പറയുന്ന അംഗൻവാടി വർക്കറാണ്, ആശാ വർക്കർ അല്ല. മറക്കരുത്. അംഗൻവാടി വർക്കർ എപ്പോഴും ICDS പ്രോഗ്രാമിന്റെ ഹാർട്ട് എന്ന് പറയുന്നത് അല്ലേ? ICDS പ്രോഗ്രാം പ്രധാനമായിട്ടും അവർ പ്രപ്പോസ് ചെയ്ത കാര്യം ഒരു അംഗൻവാടി വർക്കർ എന്താണ് ഏകദേശം ഒരു 400 മുതൽ ഒരു 800 പോപ്പുലേഷൻ കവർ ചെയ്യണം. എന്താണ്? പ്ലെയിൻ ഏരിയ ആണെങ്കിൽ, ഹില്ലി ഏരിയ ആണെങ്കിൽ
300 തൊട്ട് 800 വരെ കവർ ചെയ്യുന്നത് ഉണ്ടായിരുന്നു കേട്ടോ. അത് പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ പോവാമോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ വായിച്ചേ. The most side effect of IUD insertion. The most side effect of IUCD എന്താണ്? സൈഡ് എഫക്ട് എന്താ? ആർക്കും പറയാം. മോസ്റ്റ് സൈഡ് എഫക്ട് ഓഫ് ഇൻട്രായൂട്രൈൻ ഡിവൈസിന്റെ സൈഡ് എഫക്ട് എന്താ? എന്താ? പെയിൻ ആണോ, ബ്ലീഡിങ് ആണോ, ഓർ പെൽവിക് ഇൻഫെക്ഷൻ ആണോ, എക്ടോ പ്രഗ്നൻസി ആണോ? ഏതായിരിക്കും? ബ്ലീഡിങ് അല്ലേ? ബ്ലീഡിങ് അല്ലേ? ഉത്തരം. ബ്ലീഡിങ് അല്ലേ? ഇറഗുലർ ബ്ലീഡിങ്ങും ക്രാമിങ് എല്ലാം ഉണ്ടാവാറില്ലേ? മിക്കവാറും ദ മോസ്റ്റ് കോമൺ സൈഡ് എഫക്ട് ഓഫ് IUD എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും എന്താണ്? ബ്ലീഡിങ് ആണ് എപ്പോഴും ഈ പറഞ്ഞ സൈഡ് എഫക്ട് ആയിട്ടോ കോംപ്ലിക്കേഷൻ ആയിട്ടോ എപ്പോഴും ബ്ലീഡിങ് ഉണ്ടാവാറില്ലേ? ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്. മെൻസ്ട്രൽ ക്രാംസ് ഉണ്ടാവാറില്ലേ? അതും ഉണ്ടാവാറുണ്ട്. ഈ ചോദ്യം സ്ഥലം എവിടെയാ? ദ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനകത്ത് ഒരു ചോദ്യം ഇത്. ദ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനകത്ത് വരുന്ന കാര്യമല്ലേ ഇത്? സോ ഇതിന്റെ ചോദ്യം എന്തായിരുന്നു? ദ മോസ്റ്റ് കോമൺ സൈഡ് എഫക്ട് ഓഫ് IUD ഇൻട്രായൂട്രൈൻ ഡിവൈസിന്റെ മോസ്റ്റ് കോമൺ സൈഡ് എഫക്ട് എന്താണ് ചോദ്യം വന്നത്? ദ ബ്ലീഡിംഗ് ആണ് ഉത്തരമായി വരുന്നത്. ചോദിക്കും. ഇൻട്രായൂട്രൈൻ ഡിവൈസിനെ പറ്റി ക്വസ്റ്റ്യൻ വരും. എത്ര ജനറേഷൻ ഉണ്ട്? ഫസ്റ്റ് ജനറേഷൻ ഓഫ് IUD ഇല്ലേടെ ഇൻട്രായൂട്രൈൻ ഡിവൈസിൽ ഫസ്റ്റ് ജനറേഷൻ ഉണ്ട്, സെക്കൻഡ് ജനറേഷൻ ഉണ്ട്, തേർഡ് ജനറേഷൻ ഓഫ് IUD ഉണ്ട്. അവിടെ വീണ്ടും ചോദ്യമുണ്ട്. ഫസ്റ്റ് ജനറേഷൻ IUDക്കകത്ത് എന്തൊക്കെ സാധനം വരുന്നത്? നോൺ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള പോളി എത്തിലീൻ കൊണ്ട് രൂപം കൊണ്ടിട്ടുള്ള ഡിഫറെന്റ് ഷേപ്പിലുള്ള ലൂപ്സും സ്പ്രിങ്സും കോയിൽസും റിങ്സും അല്ലേ വരുന്നത്? ലൂപ്സ് സ്പ്രിങ്സും കോയിൽസ് എല്ലാം വരുന്നത് എവിടെയാ? ഫസ്റ്റ് ജനറേഷൻ ഓഫ് IUD അല്ലേ? അവിടെ എപ്പോഴും ലിപ്പിസ് ലൂപ്പ് കണ്ടിട്ടുണ്ടോ? ലിപ്പിസ് ലൂപ്പിന്റെ ഷേപ്പ് എന്താ? ലിപ്പിസ് ലൂപ്പ് ഫസ്റ്റ് ജനറേഷൻ വരുന്നതാണ്. ഫസ്റ്റ് ജനറേഷൻ IUDക്കകത്ത് വരുന്നതാണ് ലിപ്പിസ് ലൂപ്പ്. ഷേപ്പ് എന്താ? ഡബിൾ എസ് ഷേപ്പ് അല്ലേ? ലിപ്പിസ് ലൂപ്പിന് ഷേപ്പ് എന്താ? ഡബിൾ എസ് ഷേപ്പ് ആണ്. ലിപ്പിസ് ലൂപ്പിന് ഷേപ്പ് എന്താ? ഡബിൾ എസ് ഷേപ്പ് ആണ് ലിപ്പിസ് ലൂപ്പ് വരുന്നത്. എത്രാമത്തെ ജനറേഷൻ ഓഫ് IUD? ഫസ്റ്റ് ജനറേഷൻ ആണ്. ഫസ്റ്റ് ജനറേഷൻ ആണ് ലിപ്പിസ് ലൂപ്പ് വരുന്നത്. ഡബിൾ എസ് ഷേപ്പിലുള്ള എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പോളിയെത്തിലീൻ അല്ലേ? പോളിയെത്തിലീൻ ആണ്. ഫസ്റ്റ് ജനറേഷൻ കിട്ടി. ഫസ്റ്റ് ജനറേഷൻ ഓഫ് IUD പഠിച്ചത് കിടന്നു. സെക്കൻഡ് ജനറേഷൻ ഓഫ് IUD 1970 ആദ്യമായിട്ട് IUD ഉണ്ടാക്കാൻ വേണ്ടി കോപ്പർ കൊണ്ടുവന്നു കേട്ടോ. സെക്കൻഡ് ജനറേഷൻ ഓഫ് IUDക്കകത്താണ് ആദ്യമായിട്ട് 1970 ആയപ്പോൾ ഈ കോപ്പർ കൊണ്ടുവന്നു. കോപ്പർ ആണ് ആദ്യമായിട്ട് സെക്കൻഡ് ജനറേഷൻ കൊണ്ടുവന്നത്. അറിയാം, എല്ലാവർക്കും അറിയാം. സെക്കൻഡ് ജനറേഷനിൽ യൂസ് ചെയ്യുന്ന IUD പേരൊക്കെയാ? TCU 220C കേട്ടിട്ടുണ്ടോ? 220C എന്നും 380A എന്നും നോവാറ്റി കേട്ടിട്ടുണ്ടോ? അവിടെ സെക്കൻഡ് ജനറേഷൻ വരുന്ന ഇൻട്രായൂട്രൈൻ ഡിവൈസസ് ഏതൊക്കെയാ? TCU കോപ്പർ 220C, കോപ്പർ 220C, TCU 380A എല്ലാം യൂസ് ചെയ്ത് എവിടെയാ? സെക്കൻഡ് ജനറേഷൻ ആണ്. ഇനി തേർഡ് ജനറേഷനോട്ട് വരുമ്പോൾ അവിടെ പ്രധാനമായിട്ടും മൂന്നാമത്തെ തലമുറയിലോട്ട് വന്നപ്പോൾ അവിടെ പ്രധാനമായിട്ടും ഹോർമോൺസ് ഒക്കെയാണ് അല്ലേ? പ്രധാനമായിട്ടും പ്രൊജസ്ട്രോൺ ബേസ് ആയിട്ടുള്ള ഹോർമോൺസ് ആണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. മോസ്റ്റ് കോമൺ ആയിട്ട് പ്രൊജസ്ട്രോൺ ആണ് ഈ പറഞ്ഞ തേർഡ് ജനറേഷൻ T ഷേപ്പ് ഡിവൈസ് അല്ലേ? എപ്പോഴും T ഷേപ്പിൽ ഒരു 38 mg-ഓളം പ്രൊജസ്ട്രോൺ ഇൻസൈഡ് ചെയ്തപ്പോൾ വന്നിട്ടാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ തേർഡ് ജനറേഷൻ ആണ് LNG20 T ഷേപ്പുള്ള IUD ഒക്കെ പ്രധാനമായിട്ടും വന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ടൈം ഓഫ് ഇൻസേഷൻ എപ്പോഴാ? IUDയുടെ പറഞ്ഞ ടൈം ഓഫ് ഇൻസേഷൻ എപ്പോഴാ? ഡ്യൂറിംഗ് ദ മെൻസ്ട്രുവേഷൻ അല്ലേ? ഡ്യൂറിംഗ് ദ മെൻസ്ട്രുവേഷൻ അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ മെൻസ്ട്രുവേഷന്റെ ബിഗിനിങ്ങിൽ 10 ദിവസം മുമ്പ് അല്ലേ? ചോദിച്ച് എഴുതണം കേട്ടോ. യെസ്. ഇനി ഉത്തരം കിട്ടിയല്ലോ. ഇത്രയും കിട്ടി. അടുത്ത ചോദ്യം നോക്കാം. MMR വാക്സിൻ ചോദ്യം കാണുന്നുണ്ട്. 8ാമത്തെ ചോദ്യം. MMR വാക്സിൻ ഈസ് ഗിവൺ അറ്റ് എപ്പോഴാ? ബർത്തിലാണോ, 9 മാസമാണോ, 18 മാസമാണോ, 5 ഇയറിലാണോ? എപ്പോഴാണ് MMR കൊടുക്കുന്നത്? MMR കൊടുക്കുന്നത് എപ്പോഴാണ്? MMR എപ്പോ കൊടുക്കും? 18 മാസമല്ലേ?
18 മാസമല്ലേ? ആണോ? എമ്മ ആലോചിച്ച് നോക്കി. യെസ് ആണല്ലേ? അല്ലേ? ഒരു ചോദ്യങ്ങളുണ്ട്, കുറെ ചോദ്യമുണ്ട്. BC കൊടുക്കുന്ന എപ്പോഴാണ്? BCG at birth അല്ലേ? The BCG at the birth അല്ലേ? ആൻഡ് OPV ഫസ്റ്റ് ഡോസ് എപ്പോഴാ? at birth അല്ലേ? ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ സീറോ ഡോസ് എപ്പോഴാ? at birth അല്ലേ? 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 ആ, ഇന്നത്തെ 10ാം കൊടുക്കും. 10ാമത്തെ വീക്ക് ആണെങ്കിൽ OPV സെക്കൻഡ് ഡോസ് അല്ലേ? ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ സെക്കൻഡ് ഡോസ് ആൻഡ് DPTയുടെ സെക്കൻഡ് ഡോസ് അല്ല 10ാമത്തെ മാസം. ഇനി 14ാമത്തെ വീക്ക് എന്താ? OPV തേർഡ് ഡോസ് കൊടുക്കും. DPT കൊടുക്കാറുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടല്ലേ? ബി ഇല്ലേ? ഈ പറഞ്ഞ ഇങ്ങനത്തെ മംസ്, മീസൽസ്, റുബല്ല, MMR എപ്പോഴും ഒരു 15 അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 15 കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചില ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 15 എന്നും ചിലതിനകത്ത് 18 എന്നും കൊടുത്തിട്ടുണ്ട്. രണ്ടും ഓർമ്മിച്ച് വെക്കുക. മാക്സിമം 18 കൊടുക്കുന്നത്. പക്ഷെ ചില ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 15 കണ്ടു കഴിഞ്ഞാൽ അതും എഴുതാം കേട്ടോ, മറക്കരുത്. 15 കണ്ടാലും അത് എഴുതുക, 18 കണ്ടാലും എഴുതുക. ഒരു ഇൻഫർമേഷൻ പറഞ്ഞു തരികയാണ്. അതുപോലെ ഒരു ചോദ്യം വരും, MMR വാക്സിൻ കൊടുക്കുന്ന മംസ്, ഈ പറഞ്ഞ മീസൽസ്, റുബല കൊടുക്കുന്ന റൂട്ട് ഏതാ? സബ്ക്യൂട്ടേനിയസ് അല്ലേ? MMR വാക്സിൻ കൊടുക്കുന്നത് റൂട്ട് ഏതാ? സബ്ക്യൂട്ടേനിയസ്. 0.5 ml കേട്ടോ. 0.5 ml സബ്ക്യൂട്ടേനിയസ് എപ്പോഴും MMR വാക്സിൻ കൊടുക്കുന്നത്. കിട്ടിയോ ഉത്തരം? കിട്ടി. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? നമുക്ക് 10 ക്വസ്റ്റ്യൻ നോക്കാം. 10 ക്വസ്റ്റ്യൻ വരെ പോകും കേട്ടോ. 10ൽ കുറെ പഠിച്ചല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9. The diagnosis of the TB according to the dots ഏതായിരിക്കും? ഈ പറഞ്ഞ തേർഡ് സാമ്പിൾ രണ്ടെണ്ണം പോസിറ്റീവ് ആയാലോ, ഈ പറഞ്ഞ 4 ഔട്ട് ഓഫ് ദ 3 പോസിറ്റീവ് ആയാലോ, 2ൽ 1 പോസിറ്റീവ്, എങ്ങനെയാണ് ഈ പറഞ്ഞ TB അക്കോർഡിംഗ് ടു ദ ഡോട്ട്സ് അനുസരിച്ച് പോസിറ്റീവ് ആവുന്നത്? ആർക്ക് പറയാം? ചോദ്യം ഇതാണ്. ആർക്ക് പറയാം? ഏതായിരിക്കും ഉത്തരം? 2 ഔട്ട് ഓഫ് എന്നാണോ TB? ആലോചിച്ച് പറയാനും ഉത്തരം പറഞ്ഞു. ചോദിക്കട്ടെ. TB ട്യൂബർക്ലോസ് വേറെ പേരുണ്ടോ? ഫസ്റ്റ് പഠിക്കാം. ട്യൂബർക്ലോസിന് വേറെ പേരുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരത്തിലോട്ട് മുമ്പായിട്ട് ഉത്തരം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എത്രയായിരിക്കും ഉത്തരം? ആയിരിക്കും. It is 1 out of the 2 സാമ്പിൾ അല്ലേ? ഉത്തരം എന്താ? Is 1 out of the 2 സാമ്പിൾ അല്ലേ? ചോദ്യം എവിടെ നിന്നാ വന്നത്? ട്യൂബർക്ലോസ് എന്നല്ലേ ചോദ്യം? വന്ന സ്ഥലം എവിടെ? ട്യൂബർക്ലോസസ് എന്നല്ലേ? ട്യൂബർക്ലോസിന് മറ്റൊരു പേരെന്താ? TBയുടെ ട്യൂബർക്ലോസിന് മറ്റൊരു പേരെന്താ? ദ കോസ് ഡിസീസ് എന്നറിയല്ലേ? ട്യൂബർക്ലോസിന്റെ മറ്റൊരു പേരെന്താ? ദ കോസ് ഡിസീസ് എന്ന് അറിയുന്നുണ്ട്. അത് ഏത് കോസൈറ്റ് ഓർഗാനിസം ഏതാ? കോസ്ഡ് ബൈ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലം അല്ലേ? ആസിഡ് ഫാസ്റ്റ് ബാസിലെ എന്താണ് ഈ പറയുന്നത്? മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലം എപ്പോഴും കോസ് ഡിസീസ് അല്ലെങ്കിൽ ട്യൂബർക്ലോസ് ഉണ്ടാക്കുന്നത്. ഇത് കുറെ ടൈപ്സ് ഉണ്ട് TB. നമ്മൾ അങ്ങോട്ട് ഇതിന്റെ തിയറി പഠിക്കും. അക്കോർഡിംഗ് ടു ദ ഏരിയ ഓഫ് ഇൻഫെക്ഷൻ അനുസരിച്ച് നമുക്ക് പൾമറി ട്യൂബർക്ലോസ് ഉണ്ട്. അതുപോലെ തന്നെ വേറെ ഉണ്ട് പൾമണറി അതുപോലെ ഉണ്ട്. ആർക്കും പറയാം? പൾമണറിയും വേറെ ആലോചിച്ച് നോക്കണേ. പൾമണറി ഉത്തരം പറയണം. എക്സ്ട്രാ പൾമറി അല്ലേ? പൾമറി ഉണ്ട്, എക്സ്ട്രാ പൾമറി ട്യൂബർക്ലോസ് ഉണ്ട് അല്ലേ? പൾമറി ട്യൂബർക്ലോസ് ഉണ്ട്, എക്സ്ട്രാ പൾമറി ഉണ്ട്. എക്സ്ട്രാ പൾമറി എന്ന് പറയുമ്പോൾ അഫക്ട് ചെയ്യുന്ന എവിടെ അഫക്ട് ചെയ്യും? ഇൻഡസ്ട്രിയൽ അഫക്ട് ചെയ്യാൻ സാധിക്കും, മെനിഞ്ചസിനെ അഫക്ട് ചെയ്യാൻ സാധിക്കും, ബോൺസിനെ, ജോയിന്റ്സിനെ, ലിംസിനെ, ഗ്ലാൻസിനെ, സ്കിന്നിനെ എല്ലാം അഫക്ട് ചെയ്യുന്ന ട്യൂബർക്ലോസ് ഏതാ? എക്സ്ട്രാ പൾമറി ട്യൂബർക്ലോസ് ആണ്. നമ്മുടെ എന്താണ് ബാക്കി എല്ലാ ഭാഗം, ഇൻഡസ്ട്രിയൻ ആയാലും ശരി, മെനിഞ്ചസ് ആയാലും ശരി, ബോൺസ് ആയാലും ശരി, ജോയിന്റ്സ് ആയാലും ശരി, ലിംസിനെ ആയാലും ശരി, ഗ്ലാൻസിനെ ആയാലും ശരി, സ്കിന്നിനെ ആയാലും ശരി, എപ്പോഴും എക്സ്ട്രാ പൾമറി ട്യൂബർക്ലോസ് അഫക്ട് ചെയ്യാം. പൾമറി ട്യൂബർക്ലോസ് ആണെങ്കിൽ ലങ്സ് മാത്രം ആണ്. ചോദ്യമുണ്ട്. ഇവിടെ ഉത്തരം കിട്ടിയല്ലോ. ഡോട്ട്സിനെ കുറിച്ച് കിട്ടി. ഇനി എങ്ങനെ TB ഡയഗ്നോസ് ചെയ്യും? TB ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഒരു ടെസ്റ്റ് ഉണ്ട്, പേരറിയാമോ? TB ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് ഉണ്ട്, പേരറിയാമോ? ട്യൂബർക്കുലിൻ ടെസ്റ്റ് അല്ലേ? ട്യൂബർക്കുലിൻ ടെസ്റ്റ് ആരാ ഇൻവെന്റ് ചെയ്തത്?
പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആരാണ് ദ ട്യൂബർക്കുലിൻ ടെസ്റ്റ് ഇൻവെന്റ് ചെയ്തത്? ഇറ്റ്സ് ഓൺ പിർക്കറ്റ് അല്ലേ, ഓൺ പിർക്കറ്റ് ആണ് എപ്പോഴും ഈ പറഞ്ഞ ദ ട്യൂബർക്കുലിൻ ടെസ്റ്റിന് ഇൻവെന്റ് ചെയ്ത വർഷം 1907. 1907 ഓൺ പിർക്കറ്റ് ആണ് എന്താണ് ഈ പറഞ്ഞ ദ ട്യൂബർക്കുലിൻ ടെസ്റ്റ് ഇൻവെന്റ് ചെയ്തത്. മറക്കരുത്, വർഷം ഇമ്പോർട്ടന്റ് ആണ്. 1907 ദ ട്യൂബർക്കുലിൻ ടെസ്റ്റ് കണ്ടുപിടിച്ചത്. അവിടെ പ്രധാനമായിട്ടും ട്യൂബർക്കുലിൻ ടെസ്റ്റ് പറയുമ്പോൾ എത്ര ടെസ്റ്റ് ചെയ്യുന്നതാ? 3 ടെസ്റ്റ് ചേർന്നാണ് എപ്പോഴും ദ ട്യൂബർക്കുലിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. 3 ടെസ്റ്റുകൾ ചേർന്നാണ് എപ്പോഴും ട്യൂബർക്കുലിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. മാൻഡോക്സ് ഉണ്ടോ? മാൻഡോക്സ് ഉണ്ട്. ആൻഡ് ഹീഫ് ടെസ്റ്റ് ഉണ്ട്. ആൻഡ് ദറ്റിൽ മൾട്ടിപ്പിൾ പങ്ക്ചർ ടെസ്റ്റ് ഉണ്ട് അല്ലേ? അതൊന്നും വളരെ ഇമ്പോർട്ടന്റ് കൊടുക്കണ്ട. ഇവിടെ മാൻഡോക്സിന് മാത്രം ഇമ്പോർട്ടന്റ് കൊടുത്താൽ മതി. മാൻഡോക്സിന് ഇമ്പോർട്ടന്റ് കൊടുക്കുമ്പോൾ മാൻഡോക്സിന്റെ റിസൾട്ട് റീഡ് ചെയ്യുന്നത് എപ്പോഴാ? PPD സർഫസ് ഓഫ് ദ ഫോറാം എപ്പോൾ നോക്കും? സർഫസ് ഓഫ് ദ ഫോറാം എപ്പോൾ നോക്കും? ഇത് കൊടുത്ത ശേഷം 72 hours കഴിഞ്ഞല്ലേ? അത് പ്രീവിയസ് ചോദ്യമായി. 72 മണിക്കൂർ കഴിഞ്ഞ്, ഏകദേശം 3 ദിവസം അല്ലേ നോക്കാറില്ലേ? അവിടെ ആ ടെസ്റ്റ് നോക്കുന്ന സമയത്ത് 3 ദിവസം കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ആ മറക്കരുത് 72 hours ആണ്. 3 ദിവസം അല്ലെങ്കിൽ 72 hours നമ്മൾ എപ്പോഴും മാൻഡോക്സ് റീഡ് ചെയ്യുന്നത്. ചോദ്യമുണ്ട്, ഇൻഡ്യൂറേഷൻ നോക്കുമ്പോൾ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എത്ര വേണം? മാൻഡോക്സ് പോസിറ്റീവ് ആണെങ്കിൽ അത് എത്ര MM മുകളിൽ ഇൻഡ്യൂറേഷൻ വേണം? മാൻഡോക്സ് പോസിറ്റീവ് ആണെങ്കിൽ അവിടെ എത്ര MM മുകളിൽ ഇൻഡ്യൂറേഷൻ വേണം? 9 അല്ലേ? 9 MM മുകളിലാണെങ്കിൽ TB പോസിറ്റീവ്. TB ഇത് ഡൗട്ട്ഫുൾ പറഞ്ഞ എത്രയായിരിക്കും? ഇത് ഡൗട്ട്ഫുൾ പറയണമെങ്കിൽ 6നും 9 MM ഇടയിൽ വേണം അല്ലേ? ഡൗട്ട്ഫുൾ ആണെങ്കിൽ 6നും 9 MM ഇടയിലാണ്. നെഗറ്റീവ് ആണെങ്കിൽ >6 ആണെങ്കിൽ, ഇൻഡ്യൂറേഷൻ >6 ആണെങ്കിൽ നെഗറ്റീവ് എന്ന് പറയാം. പോസിറ്റീവ് ആണെങ്കിൽ ഇൻഡ്യൂറേഷൻ 9 MM മുകളിൽ വേണം. 6നും 9 MM ഇടയിലാണെങ്കിൽ സംശയകരമാണ്, ഡൗട്ട്ഫുൾ അല്ലേ? 6നും 9 ഇടയിലാണെങ്കിൽ ഡൗട്ട്ഫുൾ ആണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞെങ്കിൽ 6ന് താഴെ വേണം, മറക്കരുത്. ഹൈലി പോസിറ്റീവ് ആരാ? ഇൻഡ്യൂറേഷൻ 20 MM മുകളിലാണെങ്കിൽ, ഇൻഡ്യൂറേഷൻ 20 MM മുകളിലാണെങ്കിൽ ഹൈലി പോസിറ്റീവ് കേസാണ്, മറക്കരുത്. അവിടെ വീണ്ടും ചോദ്യമുണ്ട്. ഇവിടുത്തെ ചോദ്യം എന്താ? സാമ്പിൾ എപ്പോ കളക്ട് ചെയ്താലേ ഒരു ചോദ്യമുണ്ട്. എത്ര സാമ്പിളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്കൂട്ടം എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായും സാമ്പിൾ എപ്പോ കളക്ട് ചെയ്യും? എത്ര സാമ്പിൾ? 1, 2, 3 സാമ്പിൾ ഉണ്ടോ? 3 സാമ്പിൾ ഉണ്ടോ? 3 സാമ്പിൾ ഉണ്ടോ? ആ 3 സാമ്പിൾ എപ്പോ കളക്ട് ചെയ്യും? ഫസ്റ്റ് സാമ്പിൾ എപ്പോ കളക്ട് ചെയ്യുന്നത്? TBക്ക് വേണ്ടി പേഷ്യന്റ് വരുന്നു, TB ആണ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് സാമ്പിൾ എപ്പോ കളക്ട് ചെയ്യും? ഓൺ ദ സ്പോട്ടിൽ. പേഷ്യന്റ് വരുമ്പോൾ, പേഷ്യന്റ് ക്ലിനിക്കിൽ വരുന്ന സമയത്ത് ഓൺ ദ സ്പോട്ടിൽ തന്നെ ഫസ്റ്റ് സാമ്പിൾ കളക്ട് ചെയ്യും. അത് ഫെസിലിറ്റി സെന്ററിൽ വെച്ച് തന്നെ ഫസ്റ്റ് സാമ്പിൾ കളക്ട് ചെയ്യും. സെക്കൻഡ് സാമ്പിൾ എപ്പോഴാ? ഏർലി മോർണിംഗ് സാമ്പിൾ അല്ലേ? സെക്കൻഡ് സാമ്പിൾ അടുത്ത ദിവസം ഏർലി മോർണിംഗിൽ കളക്ട് ചെയ്യും. ആൻഡ് തേർഡ് സാമ്പിൾ എപ്പോഴാ? നമ്മുടെ സൂപ്പർവിഷനിലെ അല്ലേ? ഡയറക്ട് സൂപ്പർ നമ്മൾ ഫ്രണ്ടിൽ വെച്ചതിന് 3-ാം ദിവസവും സാമ്പിൾ കളക്ട് ചെയ്യും. സ്കൂട്ടർ കൾച്ചർ എത്ര ദിവസം എടുക്കും TBക്ക് വേണ്ടി? 6 വീക്ക് അല്ലേ? 6 വീക്ക് അറ്റ്ലീസ്റ്റ് 6 വീക്ക് എടുക്കും കേട്ടോ. 6 വീക്ക് വരെ എപ്പോഴും എടുക്കാറുണ്ട്. ഇനി ഇത്ര മതി TBയെ കുറിച്ച്. കുറെ പഠിച്ചില്ലേ? യെസ്. അടുത്ത നോക്കാം. 10ാം ചോദ്യം നോക്കാം. 10ാമത് ക്വസ്റ്റ്യൻ ഏതാ? ഇന്ന് 10 ക്വസ്റ്റ്യൻ പറയുന്നു പറഞ്ഞു. 10 ക്വസ്റ്റ്യൻ പറയുന്നു. 10ാമത്തെ ക്വസ്റ്റ്യൻ ഏതാ? കാണുന്നുണ്ടോ? എവിടെ? 10ാമത്തെ ഏതാ? According to the maternal health program, the daily dose of folic acid for the pregnancy woman should എത്രയാണ്? എത്ര ഒഴിക്കണം? ഇത് 100 ആണോ? 200 ആണോ? or 300 ആണോ? or 400 ആണോ? The maternal health program അനുസരിച്ച് ഈ പറയുന്ന ഫോളിക് ആസിഡ് ഫോർ ദ പ്രഗ്നൻസി കൊടുക്കുന്നത് എത്രയാ? 100 ആണോ? 200 ആണോ? 300 ആണോ? 400 ആണോ? എത്രയായിരിക്കും? ആർക്ക് പറയാം? എത്രയാ? എന്താ ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? അതറിയണമല്ലോ. ഇവിടെ ഒരു കാര്യം വന്നു, ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞത്. ഇവിടെ ഒരു വാക്ക് വന്നു. ഉത്തരം പറയുന്നുണ്ട്. ഈ ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് അത് ഏത് വൈറ്റമിനാ? ഇവിടെ ഒരു വാക്ക് വന്നു. ഫോളിക് ആസിഡ് ഏതാ? വൈറ്റമിൻ ബീനാണല്ലേ? ഫോളിക് ആസിഡ് ഏതാ? വൈറ്റമിൻ ബീനാണല്ലേ? അല്ലേ? അല്ലെ ബീനാണല്ലേ? ബീനെ അല്ലെ? വൈറ്റമിൻ ബീനയുടെ കെമിക്കൽ നെയിം അല്ലേ ഫോളിക് ആസിഡ്?
വൈറ്റമിൻ ദ ബി ആൻഡ് കെമിക്കൽ നെയിമിൽ ഫോളിക് ആസിഡ് ആണ്. അല്ലെ, ഏതിന് കൊടുക്കുന്ന പ്രധാനമായിട്ടും ഈ പറഞ്ഞ ആർബിസിയുടെ മെച്ചുറേഷനൊക്കെ വേണ്ടിയല്ലേ, ക്ലോസിംഗ് ന്യൂറൽ ട്യൂബ് ക്ലോസിംഗ് കൊടുക്കാറില്ലേ, ഫോളിക് ആസിഡ് ന്യൂറൽ ട്യൂബ് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഫോളിക് ആസിഡ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ആർബിസിയുടെ മെച്ചുറേഷനും ഫോളിക് ആസിഡ് അത്യാവശ്യമാണ്. പ്രധാനമായിട്ടും ന്യൂറൽ ട്യൂബ് ക്ലോസ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഫോളിക് ആസിഡ്. കുട്ടികളിൽ ന്യൂറൽ ട്യൂബിന്റെ ഡെഫിഷ്യൻസി ഓർ ഡിഫക്റ്റ് വരണമെങ്കിൽ കാരണം എന്താ, കുട്ടികൾ ന്യൂറൽ ട്യൂബ് അസുഖം ഡിഫക്റ്റ് വരാൻ കാരണം വൈറ്റമിൻ ബി ആൻഡ് ഡെഫിഷ്യൻസി അല്ലേ, അല്ലേ 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 ആ യെസ്. അപ്പൊ ഇവിടെ എത്ര കൊടുക്കൂടെ, 400 അല്ലേ ഉത്തരം, 400 ഉത്തരം. 400 ആണ് പ്രധാനമായിട്ട് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. സോ കിട്ടിയോ, ഉത്തരം കിട്ടിയില്ലേ, ഇത്രയും ഉത്തരം കിട്ടിയില്ലേ, എല്ലാം പഠിച്ചോ? സോ ഇതിന്റെ ബാക്കി പഠിക്കാം. ഇതിന്റെ ബാക്കി ഈ കഴിഞ്ഞ 2020 JPSC എക്സാമിന്റെ ഫസ്റ്റ് 10 ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. 10 ചോദ്യവും 4 ഓപ്ഷനും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യം പഠിച്ചില്ലേ. 10 ചോദ്യം എന്ന് പറയുമ്പോൾ എന്താണ്, അതുകൊണ്ട് എല്ലാ ഓപ്ഷനും വെച്ച് കൃത്യമായി പഠിച്ചു വരും. ഇതുപോലെ അടുത്ത സെക്ഷൻസ് ഉടനെ വരും. ഈ വീഡിയോ പഠിച്ച ശേഷം ലാസ്റ്റ് കമന്റ് ബോക്സിൽ ഞാൻ പഠിച്ചു എന്ന് ഒരു കമന്റ് നിങ്ങൾ ഇടണം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. See you in another part.